ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ചേട്ടാ ഇറക്കാൻ പാടാണ്, വേണ്ട. ഞാൻ നല്ല പേരിയ നമുക്ക് പണി കിട്ടി, നമ്മളെ വണ്ടി പഞ്ചറായി. സോ ഗൈസ്, വീക്കെൻഡ് ആയപ്പോൾ മല കയറണം, കാട് കയറണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ എത്തിപ്പെട്ടത് തമിഴ്നാട്ടിലുള്ള വെള്ളറട കഴിഞ്ഞ് തമിഴ്നാട്ടിലുള്ള കൂനിച്ചിമലയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൂനിച്ചിമലയിലേക്കുള്ള റൈഡും ട്രക്കിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളും കാണുക. ഇതാണോ റോഡ്? അതാണോ ഈ റോഡാണോ അമ്മ? കൂനിച്ചിമല. ഓക്കെ ഗൈസ്, നമ്മൾ കൂനിച്ചിമല ട്രക്കിങ്ങിന് പോവുകയാണ്. കാരണം ഇപ്പം റോഡ് കൺഫ്യൂഷൻ. ഈ റോഡാണ്. അതെ വളച്ചോ, ഈ റോഡാണ്. കയറിക്കും. അത് കയറോടാ, നീ ധൈര്യട്ടോ കയറാം. വാ, കൂനിച്ചിമല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് റൂട്ട് നിങ്ങൾ അമ്പൂരിയിൽ വന്നിട്ട് കൂനിച്ചിമല എന്ന് അമ്പൂരി ജംഗ്ഷനിൽ വരെ എത്തണം. എന്നിട്ട് അവിടെ നിന്ന് കൂനിച്ചിമല എന്ന് ലോക്കൽസിൽ ആരെന്തെങ്കിലും ചോദിച്ചിട്ട് വേണം വരാൻ. കാരണം റൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കുരിശുമല 2 ഉണ്ട്, കാളിപ്പാറ കാളിമലയുണ്ട്. അപ്പോൾ കാളിപ്പാറയും ഈ കുരിശുമലയും സെയിമാണ്, അടുത്തടുത്താണ്. അപ്പം ആ ഒരു മാപ്പ് ഇട്ട് വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരും, മാറിപ്പോവും റൂട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ അമ്പൂരി ജംഗ്ഷനിൽ വന്നിട്ട് ലോക്കൽ ആരുടെങ്കിലും ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അവർ കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തരും. ഇപ്പോൾ കണ്ട നമ്മൾ പോകുന്ന വഴി കണ്ട, ആ വഴിയാണ്. വിട്ടോ. ഇത് ഇപ്പം നമ്മൾ മല കയറുവാണ്, നല്ല തേരിയാണ്. ആ മോളിൽ പോണ ചേട്ടാ അവിടെ പോയി ടെൻറ്റ് ചെയ്യാൻ പോവാണ്. പുള്ളിയുടെ ബാക്കിലിരിക്കുന്നതൊക്കെ ടെൻറ്റാണ്, ലഗേജ്. പുള്ളി ഇന്ന് അവിടെ സ്റ്റേ ആണെന്ന് തോന്നുന്നു. ചേട്ടാ ഇന്ന് വിചാരിക്കും പോലെ എല്ലാം നല്ല ഏരിയയാണ്. നല്ല പേരിയ ഗൈസ്, നമുക്ക് പണി കിട്ടി. നമ്മളെ വണ്ടി പഞ്ചറായി. ഇതാ മല പകുതി കയറിയപ്പോൾ ആ കാണുന്നതാണ് മല. ഷിറ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആനന്ദ് പുള്ളി പോയിട്ടുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും വച്ചിട്ട് നടന്ന് കയറാൻ പറ്റുമെങ്കിൽ കയറി ഇറങ്ങി തിരിച്ച് വന്ന് പഞ്ചർ ഒട്ടിക്കാം. അതേ നടക്കത്തുള്ളൂ. 2000 years later. അങ്ങനെ നമ്മൾ
തിരിച്ച് മല ഇറങ്ങി ഇവിടെ വന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് തിരിച്ച് കയറാൻ പോവുകയാണ്. മണി 5 ആയി, ലേറ്റായി. നമ്മൾ 3:30 തുടങ്ങിയ പരിപാടിയാണ്. അപ്പോഴാണ് പാതി കയറിയപ്പോൾ ടയർ പഞ്ചറായത്. അപ്പം ഇവിടെ വന്ന് ഈ ചേട്ടനെ കിട്ടി. ഈ ചേട്ടൻ ഫോൺ വിളിച്ചപ്പം വന്ന് കാറ്റടിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇവിടെ വന്ന് പഞ്ചർ ഒട്ടിച്ച് ഇനി നേരെ മല ഒന്നും കൂടെ കയറാൻ പോവുകയാണ്. നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ പഞ്ചറായ അവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് കയറി മലയിലോട്ട് പോവുകയാണ്. നമ്മൾ കയറിയപ്പം സമയം താമസിച്ചു പഞ്ചറായത് കാരണം. അതുകൊണ്ട് കുറച്ച് ഇരുട്ടി. സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. പകുതി കഴിഞ്ഞിട്ട് ഓഫ് റോഡാണ്. R15 ഓഫ് റോഡ് കയറുന്ന കേട്ടാ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓഫ് റോഡ് ബൈക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ വേണോ വരാം. ആ കാണുന്നതാണ് കുനിച്ചി മല. അതുവരെ പോണം. വേണ്ട ഇവിടെ കംപ്ലീറ്റ് ആ ട്രക്കിങ്ങിനുള്ള പയ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ആയിരിക്കുന്നുണ്ട വണ്ടികൾ. വെൽക്കം ടു ദ ജംഗിൾ. കൊണ്ട് പാർക്ക് ചെയ്യും വണ്ടി. ഇങ്ങനെ കയറാനുള്ള പരിപാടിയാണ്. പക്ഷെ കയറൂല ചേട്ടാ. ചേട്ടാ വേണ്ട, റിസ്ക് വേണ്ട, തിരിച്ച് പോണം. മണി സന്ധ്യയായി, സമയമുണ്ടെങ്കിൽ കയറൂല ചേട്ടാ. വേണ്ട വേണ്ട, കയറൂലടാ. അതങ്ങനെ കയറുന്ന പാറയല്ല, വലിക്കില്ല. അതോ അവിടെ കണ്ട ഇളവി കിടക്കുവാണ്. ചേട്ടാ ഇറക്കാൻ പാടാണ്. വേണ്ട, തീർന്നു. ഇനി കയറൂല അത്. ഇനിയിപ്പോൾ കയറൂല കേട്ടോ. അതൊക്കെ തിരിച്ചിറക്ക്. ഓഫ് റോഡിങ് ബഗ് കടിച്ചാൽ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമ്മൾ കാണിക്കും. പതുക്കെ തിരിച്ചിറക്ക്. പതുക്കെ ബാക്ക് ടയർ ലോക്കായേ. ഇനി കൊടുക്ക്, ത്രോട്ടിലോട്. കൊടുത്തോ. യെസ്. അത് കയറൂല, അടി ഇടിക്കും ചേട്ടാ. വലിയ കല്ലാണ്. പതുക്കെ ഇറക്കിയാലേ നടക്കുള്ളൂ. കയറൂല. കയറുന്നുണ്ടോ? ഒന്നാതെ മണ്ണ് ഇളവി. പതുക്കെ ബ്രാക്ക് പിടിച്ചോ. ബ്രാക്ക് ആക്രാന്ത കാണിക്കണ്ട. പതുക്കെ ഫ്രണ്ട് പിടിക്കില്ല, ബാക്ക് പിടിച്ചിറക്ക്. പതുക്കെ ഫ്രണ്ട് സ്റ്റോപ്പ് ചെയ്തോ, ബാക്ക് പിടിച്ചിറക്ക്. പതുക്കെ ആക്രാന്തം വേണ്ട. പതുക്കെ ഇവിടെ എവിടെയെങ്കിലും പോയി. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നടക്കാം. നൈസ് അല്ലേ കാട്. സോ ഗൈസ്, നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ അറിയാലായിട്ടില്ല, കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഡു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. അതെ തന്നെ. വൈ ഇതെൻ്റെ ഫ്രണ്ടാണ് മച്ചമ്പി ആനന്ദ്. നമ്മളെ പോലെ ഒരു റേസ് ബഗ്ഗാണ്. നമ്മൾ രണ്ടും ട്രാക്കിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. പുള്ളിക്ക് FMCA ലൈസൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് പുള്ളിയുടെ വണ്ടി. R15. ഇനി കൂടുതൽ ഡയലോഗൊന്നും ഓടിക്കണ്ട, കയറി പോവാം. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് തുടങ്ങി 5:30 ഉപ്പാട് വരും കേട്ടോ. ഉപ്പാട് വരാതെ നമുക്ക് ട്രക്കിംഗ് പരിപാടി എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇവിടുത്തെ എലവേഷൻ കണ്ടോ. നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ വണ്ടി കയറ്റിയത്. ഇവിടെ നിന്നാണ് വണ്ടി സ്റ്റക്കായിട്ട് നമ്മൾ തിരിച്ചിറക്കിയത്. കൂടുതലൊന്നും പറയില്ല. കംപ്ലീറ്റ് അവിടെ ഇങ്ങനെ കിടക്കുന്ന വഴിയാണ്. കാലിൽ കംപ്ലീറ്റ് ഇളകി കിടപ്പുണ്ട്. മഴയത്തെ നടന്നു കയറാൻ തന്നെ പാടാണ്. കുറച്ചും കൂടെ നേരത്തെ ഒരു 3 മണിക്കൊക്കെ വന്നാൽ സുഖമായിട്ട് കയറിയിട്ടിറങ്ങാം.
നമ്മളെവിടെ പോകാൻ വേണ്ടി പദ്ധതി ഒരുക്കിയാലും എന്തെങ്കിലുമൊക്കെ ഏണി വരും പരിപാടി. അല്ല ഉണ്ട് ചേട്ടാ, നമ്മൾ എന്തോന്ന് പരിപാടി ഉണ്ടാക്കിയാലും അപ്പാ എന്താടാ അല്ല അവന്മാർക്ക് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എങ്കിൽ വിളിച്ച് പറഞ്ഞു. ഓക്കെ, ആദ്യം കയറിട്ട് കുനിച്ചി മല അവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരാൾ തളർന്നു. സൈഡ് കംപ്ലീറ്റ് കാടാണ്. ഇത് ചുറ്റും മലയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അവിടുന്ന് കയറിയാൽ തന്നെ കുറേ നടക്കാനുണ്ട് അല്ലടാ, കുത്തനെയുള്ള കയറ്റമുണ്ട്. വേണ്ട ഇല്ല ഇല്ല, ഇതൊക്കെ മലയാ. വേണ്ട അങ്ങോട്ട് മലയാണ്, ഇങ്ങോട്ട് കൊക്ക. ഒന്നും ആയില്ല ഗൈസ്, കണ്ട ഉണ്ണിച്ചേട്ടാ, ഇതൊന്നും അല്ല. കയറ്, മുടിയും തോഴ ഉന്നാ മുടിയും ഇങ്ങനെ പറയല്ലേ. ഇടൂ ബീജിയും മറ്റേ മറ്റേ ബീജി ഇടറാ. എന്തൊരു മഞ്ഞുവൽ ബോയ്സാ, മറ്റേ മഞ്ഞുവൽ ബോയ്സിലെ ബീജിയും ഞാൻ കണ്ടില്ല. വരട്ടെ ഉണ്ണിക്കുട്ട, കയറി വാ. സെറ്റല്ലേ ഗൈസ്? ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? അല്ലേ, you have to be alive all the time. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ടത്തരങ്ങളും ക്രേസി സ്റ്റെപ്സ് കാണിച്ചാൽ നമുക്ക് ഓർമ്മ വരും. വാല്യൂ ഓഫ് ലൈഫ്. കയറി വരുമ്പം ഇങ്ങനെ ഒരു ചെറിയ അരുവി കാണും, അവിടെ ഗ്രില്ല് കാണും. വേണ്ട, ഇതൊരു അരുവിയാണ്, മുകളിൽ നിന്ന് ഇവിടുന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ വഴി കയറൽ ലെഫ്റ്റാണ്, ഓഫ് റോഡ്. ബാ, ഓ സെറ്റ് സ്പോട്ട്. ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ ഗൈസ്, സ്പോട്ടെന്ന് പറയുന്നത്. ഇവിടെ എത്ര ദൂരം ഉണ്ടോ ഇവിടുന്ന്? ഓ പിന്നെ മറ്റേ പുള്ളിയൊന്നും വിളിയടേ, നമുക്ക് വീണ്ടും വഴി തെറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ റിസോർട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി ചോദിക്കാമല്ലേ. വാ പപ്പ ഗൈസ്, നമുക്ക് വീണ്ടും വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടി എല്ലാം കുളവാണല്ലോ ഗൈസ്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരുടെങ്കിലും ചോദിച്ചാൽ ലൊക്കേഷൻ പിടികിട്ടും. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മാപ്പിലില്ല ഈ ലൊക്കേഷൻ. കട്ട കാടാണ്. നമ്മൾ ആ റിസോർട്ടിൻ്റെ ആ വഴി കയറിയപ്പം നേരെ കുത്തനെ പോകുന്നുണ്ട്. ഇതാ മല. അപ്പം മിക്കവാറും ഇതായിരിക്കും വഴി. കയറാൻ എന്തായാലും. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാത്ത തേരി കൈസ്. നോക്ക്, വീണ് കഴിഞ്ഞാൽ കിടന്നെടുത്താൽ ഉരുണ്ടങ്ങ് എത്തിക്കോളും താഴെ. ഒന്നും ആയില്ല. മറ്റേത് കൊച്ചു പയനാണ് കേട്ടോ. ആരടാ? ആ ചേട്ടാ, ആ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയാണോ? ആ സ്പോട്ട് റിസോർട്ടിൻ്റെ വഴിയാണോ? ശരി ഓക്കെ. റിസോർട്ടിൻ്റെ നല്ല തേരി കേട്ടോ. ശരി ആ ആ ഓക്കെ. ഓ മനസ്സിലായി. അപ്പം ആ റിസോർട്ട് കയറി വരുമ്പോൾ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്, ജാളി.
ആ അപ്പോൾ ഒരു ജാളി കിടപ്പുണ്ട്. അപ്പോൾ ഒരു കമ്പിയിട്ട ജാളി കിടപ്പുണ്ട്, ഗ്രില്ല്. ആ ആ ശരി ശരി. അത് കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പം ആ ആ ഓ മനസ്സിലായി. ശരി ശരി. ഓക്കെ 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 ശരി കേട്ടോ. ഇല്ല ഇതാണ് വഴി ഇപ്പം പറഞ്ഞു തന്നെ. ശബരിമല ഇത്ര ഇല്ല. കയറുക ഗൈസ്. നമ്മൾ ഒരുവിധം മുകളിലെത്തി. ഇതൊന്നും ആയില്ല, ഇനിയും കയറണം. ഇവിടെ തോണ്ട മല അതോ അത് നേരെ കാണുന്നത്. ആലോചിച്ച് നോക്ക്, പകുതി പോലും കയറിയില്ല, എന്നിട്ടും ഉണ്ട് ഇനിയും കിടക്കുന്നു. മിക്കവാറും ഗൈസ് നിങ്ങളൊരു പാർട്ട് 2 കൂടെ കാണേണ്ടി വരും. നമ്മളെ പകുതി സേന താഴെ കിടക്കുന്നതേ ഉള്ളൂ, അവർ കയറിയില്ല. നമ്മളെ കൂടെ കുറച്ച് ടീമുകളുണ്ട്. ഡാ കയറിക്കോ. ചാട്ട എവിടെടാ? മറ്റേ ചാട്ട എവിടെ? അങ്ങനെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് കേട്ടാന്നെന്തടേ? എന്തോന്നടേ? ഡാ ശബരിമല ഇതിനെക്കാട്ടി എളുപ്പമാണോ തന്നല്ലേ? ഡേ ഉണ്ണിച്ചാണ്ട കണ്ടില്ലല്ലോടാ. ഉണ്ണിച്ചാട്ടാ വാ വാ, നിൽക്കാൻ സമയമില്ല. എങ്ങനെയെങ്കിലും ഉരുണ്ടെങ്കിലും കയറി വാ, എങ്ങനെയെങ്കിലും വാ. ഓക്കെ ഓക്കെ. അപ്പം ഇന്നത്തെ ഇവിടെ ഉപേക്ഷിക്കാം അല്ലേ? മനസ്സിലായി മനസ്സിലായി. ഓക്കെ 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 ശരി 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 ശരി. കുറച്ച് മോള് വരെ ചെന്ന് കയറിയിട്ട് പോയി. ഓക്കെ ഏട്ടാ ഓക്കെ. താങ്ക്സ് താങ്ക്സ് ഏട്ടാ താങ്ക്സ്. ശരി ശരി. ഉണ്ണിച്ചേടാ വാ വാ എടാ. നീ മുട്ട കാടാണ്. പിടിച്ചോ ഞാൻ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. എന്തായാലും മല കയറാൻ, മുകളിൽ ടോപ്പിൽ കയറാനുള്ള ചാൻസ് കുറവാണ്. കാരണം അതിന് നിങ്ങൾക്ക് ഇപ്പം തന്നെ സമയം 6 മണിയായി. നല്ല കൊടും കാടാണ്. അപ്പോൾ രാത്രി കയറാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഇന്ന് കുറച്ച് വൈബുള്ളൊരു ചെറിയൊരു സീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടം വരെ ചെന്ന് കണ്ട മല നമ്മൾ ഈ ഒരു ലെവൽ എത്തി. ഇനിയും കയറണം, പക്ഷെ അത് ഇനി നടക്കത്തില്ല. എല്ലാം നമ്മളെ വണ്ടി പറ്റിച്ച പണിയാണ്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. ഇവിടെ ഒരു ചെറിയൊരു അരുവി പോലെ എന്തോ ഉണ്ട്. അപ്പോൾ അതും കണ്ട് അവിടെ ഇരുന്ന് വൈബ് അടിച്ചിട്ട് പോവാം അല്ലേ? ആ നോക്ക് ഗൈസ്, ഇതാണ് സംഭവം സീന്. മോനെ ഇത് കണ്ട. എടാ ഉണ്ണി മോനെ, ഉണ്ണിക്കുട്ടാ, ചക്കരക്കുട്ടാ, എന്തിനു അട്ട വീഡിയോ എടുക്കണത്? ഓ തെറ്റിദ്ധരിച്ചു നമ്മൾ. ഉണ്ണിക്കുട്ടാ ഓടി ഓടി വാ, ഓ ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് ഈ സീന് നോക്ക്, പുളി അമ്മ. ചുറ്റും കാട് ഗൈസ്, നോക്ക്. ഒരു മണ്ണിട്ട വഴി. ബാക്കിലോട്ട് നോക്ക്, ഉണ്ണിച്ചണ്ട എക്സ്പ്രഷൻ എനിക്ക് കാണണം. മുകളിൽ 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 എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് കൂനിച്ചി മല. ഇതിൻ്റെ മണ്ടയിൽ കയറാനായിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ സമയം സൺസെറ്റ് ഇപ്പം ആവും, 6 മണി കഴിഞ്ഞ്. പിന്നിപ്പം കൊടും കാട് വഴിയാ മുകളിൽ കയറാവുള്ളൂ. അപ്പം ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഇവിടെ ഇരുന്ന് വൈബ് അടിച്ചിട്ട് പോവാം. ഇതാണ് ആ റൂട്ട്, ഇതിലേക്കൂടെ വേണം കയറിപ്പോവാൻ. ആ എന്തൊരു വൈബ്, പൊളി 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 പൊളി, അടിപൊളി. ഇത് മതി, ഇന്നത്തേക്കുള്ളതായി.
അല്ലേ? ഇവരും നമ്മളെ പോലെ വന്നിട്ട് പാതി വഴിയെത്തിയപ്പം തേഞ്ഞ പിള്ളേരാണ്. എങ്ങനെയുണ്ട്? തേഞ്ഞില്ലേ? അയ്യോ, ഇവര് രാവിലെ തൊട്ടേ നടക്കുവാണ്. വഴി തെറ്റിപ്പോയി അല്ലേ? അത് കുഴപ്പമില്ല, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ തേയുമ്പോഴേ നമ്മൾ അതിൻ്റെ വില അറിയുള്ളൂ. ആ, ഇതിലൂടെ കയറി വരട്ട് ബെസ്റ്റ്. അല്ല, നമ്മളൊരു ഫ്രണ്ട് നമ്മൾ 2 മണി 2:30 3 മണിക്ക് അടുപ്പിച്ച് ടെൻ്റൊക്കെ കൊണ്ട് വന്നതാണ്ടേ, വണ്ടി പഞ്ചറായി. അതും പാതി വന്നിട്ട് നമ്മളൊരു കൂട്ടുകാരൻ പോയി മുകളിൽ. നാളെ അന്നി പറ്റൂല, ഞാൻ അടുത്ത ആഴ്ച വല്ലതും വരാം. വേറെ പണിയുണ്ടോ? അമ്പലത്തിൽ ശാന്തിയാണ്. ഇതൊക്കെയാണ് സീനെന്ന് പറയുന്നത്. കണ്ട അമ്മ, ഒരു രക്ഷയില്ല ആ വ്യൂ. അമ്മ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കണം. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറിയതിനും ഇത്രയും വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതും അത്ര ഈസി അല്ല ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക്, നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൽ പുതിയ നെയിം ഞാൻ മാറ്റിയിട്ടുണ്ട്, മാക്സ് റഫ്സ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനിയുള്ള വ്ളോഗ്സിൽ ഇതെല്ലാം ട്രാവൽ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇടാൻ വേണ്ടി നോക്കാം. ഞാൻ ഒരുപാട് ഇങ്ങനെ കാട് കയറുന്ന ടീമാണ്, മല കയറുന്ന ടീമാണ്. ഞാൻ നോക്കാം അതെല്ലാം എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. നോക്ക് ഗൈസ്, പൊളി. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇൻ പീസ് ഫൈൻഡ് ചെയ്തോട്ട്. ഇന്ന പീസ് എവിടെടാ ഫസ്റ്റ്. അപ്പോൾ പോലീസ് വന്ന കേട്ടാ, അവരെന്തോ പരിപാടി ഒപ്പിച്ച്. ആഹാ, അപ്പുറത്തെ സൈഡിൽ നിന്നോ നിൽക്കണം. അല്ലേ, നിങ്ങനെയും കൊണ്ട് നടക്കൂല. തളന്ന് ചണ്ടിയായി ഗൈസ്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഫോട്ടോ സെഷൻ. ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണും, അല്ല സോറി ഇൻസ്റ്റാഗ്രാമിലും കാണും. ഫോളോ ഉണ്ണിപ്പോറ്റി ആനന്ദ് ഘോഷ്, ഫോളോ ചെയ്തോ. പുള്ളി പ്രൊഫഷണലി ഒരു പോറ്റിയാണ്, ഷെയർ റൈഡറാണ്. ഉണ്ണിച്ചേട്ടൻ റിവീൽ ചെയ്തു. പൊളി വ്യൂ ഗൈസ്, പൊളി വൈബ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. ബാർബിക്യൂ ഒക്കെ അടിക്കാം. അതാ അമ്മ, അയ്യ, ഇതാണ് പീസ് എന്ന് പറയുന്നത്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് അയ്യാ. ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി എന്താ പറയുക, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താണെന്നൊന്നും അറിയത്തില്ല, വഴി അറിയത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ആ രീതിയിൽ സൂക്ഷിച്ച് വന്നിട്ട് ലോക്കൽസിനൊന്നും ഒരു ശല്യം ഉണ്ടാക്കാതെ പോകാൻ വേണ്ടി നോക്കുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ കുറവാണ്, മനസ്സമാധാനമായിട്ട് വന്നിരുന്നിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ആ വൈബ് നമ്മൾ കളയല്ലേ. നമ്മൾ വരുന്നവർ റെസ്പോൺസിബിളായിട്ട് വന്ന് എൻജോയ് ചെയ്ത് ആ വൈബ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക. ഇവിടെയുള്ള ലോക്കൽസിനൊരു ശല്യം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ കുപ്പി, കവറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് ഇടല്ലേ. കാരണം ഇത് കംപ്ലീറ്റ് കാട് ഏരിയയാണ്. അപ്പം അതിൻ്റെ ആ ഒരു രീതി, ആ ഒരു വൈബ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സോ ഗൈസ് പ്ലീസ്, എവിടെ പോയാലും, ഇവിടെ മാത്രമല്ല കേരളത്തിൽ എവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലും വൈൽഡ് ലൈഫ് പാസിങ് ത്രൂ ഏരിയയിൽ പോയാലും കവറ്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ നോക്കുക. ഓക്കെ ഗൈസ്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗൈസ്, നമ്മൾ കയറിയത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ഉടനെ സെറ്റാവും സണ്ണ്. പൊളി വിളിച്ചടാ, സൺസെറ്റ് സുഖമായിട്ട് കാണാം. അതാ ഇവിടെ ഒന്ന് നോക്കിയേ, പൊളി.
അവിടെ ഒരാൾ നിൽപ്പുണ്ട്, കണ്ട കാണാൻ പറ്റുമെന്തോ. അവൻ കൈ കാണിക്കുന്നുണ്ട് നമ്മളെ. അതാണ്ട അതാ കണ്ട ബ്രോ. നേരത്തെ അവർ നേരത്തെ കയറിയവരാണ്, അതുകൊണ്ടാണ് അവരങ്ങ് എത്തിയത്. ഓക്കെ, എനിവേ പാർട്ട് 2 വെയിറ്റ് ചെയ്തിരി, നമ്മൾ വന്ന് എടുത്തു തരാം. അടുത്ത വ്ളോഗിൽ കാണാം. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മളിനി മല കയറുന്നത് പാർട്ട് 2. വെയിറ്റ് ഫോർ അനദർ വീഡിയോ അനദർ ഡേ. ഇന്നതിന് ഉള്ള ടൈമില്ല, നമ്മൾ ലേറ്റായി. അപ്പോൾ ഇനി ബാക്കി താഴോട്ടിരുന്ന വീഡിയോ കണ്ടോ. ഇനിയിപ്പോൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ, ഇപ്പം തന്നെ 6:30 കഴിഞ്ഞ് 7 മണി ആവാറായി. ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ കാടാണ്. സോ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ബൈ ബൈ കുനിച്ചിമല. അല്ല നെക്സ്റ്റ് ടൈം നമ്മൾ കയറിയിരിക്കും അല്ലേടാ, നമ്മൾ കയറിയിരിക്കും. ലേറ്റായി പോയതല്ല, പണി പഞ്ചറായോണ്ട്. പിന്നല്ല നമ്മൾ കയറും. വിടമാട്ടേ. അയ്യാ, ഇനി ചുമ്മാ കടന്നു കൊടുത്താൽ മതി, ഉരുണ്ടങ്ങ് പോവും. അത്രയ്ക്ക് ഇറക്കും. ഇവിടുത്തെ വ്യൂ ക്യാമറ ജസ്റ്റിസ് ചെയ്യത്തില്ല. ഇവിടെ വന്ന് നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണണം ഇവിടുത്തെ വ്യൂ. ഒരു രക്ഷയില്ല ആ വൈബ്. സത്യം ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇവിടെ തന്നെ ഒരു പാവച്ച് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ നോക്കിയ മല, അമ്മോ, എങ്ങനെ വിട്ടു പോകാൻ പറ്റും ഇവിടുന്ന്. ഗൈസ് നമ്മൾ താഴെ ഇറങ്ങി, കംപ്ലീറ്റ് ഇരുട്ട് സീനായി. ഇതാ കണ്ട, നമ്മൾ താഴെ എത്തി. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ഒരു സ്പോട്ടിൽ എത്തി. ഇതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി നേരത്തെ സ്കിഡായില്ലേ അത്. ഇനിയൊന്നുമില്ല, നേരെ വീട്ടിൽ. ഗൈസ് നോക്കി, ഒത്ത കാടിൻ്റെ നടുക്ക് ഇതാ മല. മല എങ്ങനെയുണ്ട്? നമുക്ക് പോകാനുള്ള താഴോട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും. ടിൽ ദാൻ ദിസ് മിഥുൻ സിംഗ് ചാവ്. ബൈ. ഊപ്പാട് വന്നു.